ഒരു പുരുഷന് രണ്ട് ഭാര്യമാർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭാര്യമാർ. ഇത്തരം കുടുംബങ്ങളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഫോളോ ചെയ്യുന്നുണ്ട്. അഥവാ അവർക്കിടയിലുള്ള സ്നേഹബന്ധം, അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ, അവർക്കിടയിൽ സ്നേഹവും മറ്റു പരിഗണനയൊക്കെ തുല്യമായിട്ടാണോ നടക്കുന്നത്? ഇത്തരം ഒരു ചിന്തകളും ആകാംക്ഷകളൊക്കെയാണ് ഇത്തരത്തിലുള്ള ഫാമിലികളെ കൂടുതലായിട്ട് ഫോളോ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ അറിയാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊളിഗമി അഥവാ ഇസ്ലാമിലെ ബഹുഭാര്യത്വം, പ്രവാചകന്റെ ബഹുഭാര്യത്വം എന്നിവയൊക്കെ കുറിച്ചാണ്. ഒരു പുരുഷന് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഭാര്യമാർ അഥവാ മാക്സിമം ഒരേ സമയം 4 ഭാര്യമാർ വരെ ആകാം എന്നത് ഇസ്ലാമിൽ അനുവദനീയമായ കാര്യമാണ്. പക്ഷെ അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. എല്ലാവർക്കും യഥേഷ്ടം 4 ഭാര്യമാരെയൊക്കെ കല്യാണം കഴിക്കാൻ പാടുണ്ടോ? പ്രവാചകൻ എന്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ കഴിച്ചു? സത്യത്തിൽ ഈ വിഷയം വളരെ സങ്കീർണമായ എന്നാൽ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഇസ്ലാമിൽ ശരിക്കും ബഹുഭാര്യത്വം തുടങ്ങുകയായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 1400 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അറബിയയിൽ വ്യാപകമായി ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. ഒരു പുരുഷന് നിരവധി യഥേഷ്ടം ഭാര്യമാരുണ്ടായിരുന്നു. എന്നാൽ ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരിക മാത്രമാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അഥവാ ഒരു പുരുഷന് ഒരേ സമയം 4 ഭാര്യമാർ എന്ന് പരിമിതപ്പെടുത്തുകയായിരുന്നു ഇസ്ലാം. അതിനു മുൻപ് ഒരു പുരുഷന് നിരവധി ഭാര്യമാരും മറ്റുമെല്ലാം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് അവിടെ നീതി കൃത്യമായി ലഭിച്ചിരുന്നില്ല. സ്ത്രീകളുടെ ജീവിത നിലവാരം പോലും വളരെ പരിതാപകരമായിരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് പ്രവാചകൻ കടന്നു വരുന്നതും ഇസ്ലാമിൽ ഒരു പുരുഷന് 4 ഭാര്യമാരെ ഒരേ സമയം പാടുള്ളൂ എന്ന് കൃത്യമായ നിബന്ധനകളോടെ ഇസ്ലാം നിഷ്കർഷിക്കുന്നതും. സൂറത്തു നിസായിലെ 3-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ് പറയുന്നത്: വൈൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫൻകിഹു മാ താബ ലക്കും മിനൻ നിസായി മത്ന വ സുലാസ വ റുബഅ ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദത്തുൻ. നീതി പുലർത്താൻ കഴിയുമെങ്കിൽ, അഥവാ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ നീതി പുലർത്താൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾ 1, 2, 3, 4 വരെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ആ ആയത്തിൽ പറയുന്നത്. ഇവിടെ ശരിക്കും ഒരു ഭാര്യ നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുകയല്ല. അവന് അത്യാവശ്യമാണെങ്കിൽ മാത്രം, ആ പുരുഷന് അത്യാവശ്യമാണെങ്കിൽ മാത്രം ആ ഭാര്യയെയും പുതിയ ഭാര്യയെയും നിലവിലെ ഭാര്യയെയും എല്ലാം കൃത്യമായി നീതിയോടെ അവരെ പരിപാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അവന് അവിടെ മറ്റു വിവാഹങ്ങൾ അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു പരിമിതപ്പെടുത്തലാണ്, അല്ലാതെ ഇതിനൊരു പ്രോത്സാഹനം നൽകലല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അന്ന് അറേബ്യയിൽ വിധവകളും മറ്റു അനാഥകളുമായിട്ട് യുദ്ധത്തിൽ ഭർത്താക്കന്മാർ മരിച്ചവരും അങ്ങനെയൊക്കെ ഒരുപാട് സ്ത്രീകൾ അനാഥരായി വിധവകളായി ആ സമയത്താണ് പലപ്പോഴും അവിടെ പുരുഷന്മാർക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ വിവാഹം കഴിക്കേണ്ടി വരുന്നത്. പ്രവാചകൻ പോലും 25 വർഷങ്ങൾക്ക് ശേഷം, ആദ്യ വിവാഹത്തിന് ശേഷം 25 വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റു വിവാഹങ്ങൾ പ്രവാചകൻ കഴിക്കുന്നത്. അതും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മാത്രമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, പ്രവാചകന്റെ വിവാഹങ്ങൾ എപ്പോഴും പ്രവാചകന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചായിരുന്നില്ല. പ്രവാചകൻ ഈ ഒരു ഉമ്മത്തിന് തന്നെ മാതൃകയാണ്, എല്ലാ കാര്യങ്ങളിലും മാതൃകയാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ സ്വാഭാവികമായിട്ടും മാതൃകയാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊളിഗമി ഇസ്ലാമിൽ അനുവദിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി ഉമ്മത്തിന് ലഭിക്കണമെങ്കിൽ അത് പ്രവാചകനിലൂടെ തന്നെ നമുക്ക് ലഭിക്കണമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രവാചകനെ വിവാഹം കഴിക്കേണ്ടി വന്നതും അത് പിന്നീട് പാഠങ്ങളും ദർശനങ്ങളുമായിട്ട് മാറിയിട്ടുള്ളതും. സൂറത്തു നിസയിൽ തന്നെ 129-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വലം തസ്തിയോ അൻ തഅദിലു ബൈന നിസായി വലൗ ഹറസ്തും. നിങ്ങൾക്ക് ശരിക്കും പൂർണ്ണമായ നീതി സാധ്യമല്ല എന്നാണ്. സ്ത്രീകൾക്കിടയിൽ ഒരു പുരുഷന് നീതി പുലർത്താൻ സാധിക്കൂല, അഥവാ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ നീതി പുലർത്താൻ സാധിക്കില്ല എന്ന് തന്നെ വളരെ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നീതി പുലർത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഭാര്യ തന്നെയാണ് എപ്പോഴും ഉത്തമം. നമ്മൾക്ക് കൂടുതൽ അവർക്കിടയിൽ നീതി പുലർത്താൻ കഴിയും എന്നുണ്ടെങ്കിൽ മാത്രം, അത്യാവശ്യമാണെങ്കിലാണ് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ ഒരേ സമയം 4 ഭാര്യമാരെ വരെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 25-ാം വയസ്സിലാണ് 40 വയസ്സുകാരിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. 50 വയസ്സ് വരെ പ്രവാചകൻ അവരോടൊപ്പം 25 വർഷം താമസിച്ചു, ജീവിച്ചു. ആ കാലയളവിലൊന്നും പ്രവാചകൻ മറ്റു വിവാഹങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അഥവാ പ്രവാചകന്റെ യുവത്വകാലത്ത് ഒരു ഭാര്യ മാത്രമേ പ്രവാചകൻ ഉണ്ടായിരുന്നുള്ളൂ. അത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ
50 വയസ്സിന് ശേഷം ഖദീജ ബീവിക്ക് ശേഷം വിവാഹം കഴിച്ച ഭാര്യമാരിൽ അധികവും വിധവകളായിരുന്നു, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഭർത്താവിനെയൊക്കെ നഷ്ടപ്പെട്ട് അനാഥകളായി സംരക്ഷിക്കപ്പെടൽ നിർബന്ധിതമായ സാഹചര്യമുള്ള വനിതകൾ ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ പ്രവാചകനോളം പോകുന്ന ഒരാൾ അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്നില്ല എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഗോത്ര ഐക്യത്തിന് നമുക്കറിയാം അറബികൾക്കിടയിലെ ഗോത്ര പ്രശ്നങ്ങളും മറ്റുമൊക്കെ. അതിനിടയിൽ ഗോത്ര ഐക്യങ്ങൾക്ക് വേണ്ടിയും പ്രവാചകൻ വിവാഹം കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു പ്രവാചകന്റെ വിവാഹം ശരിക്കും ലോകത്തിന് ഒരു പാഠം കൂടിയാണ്. എങ്ങനെയൊക്കെയാണ് കുടുംബജീവിതങ്ങൾ മുന്നോട്ട് പോവേണ്ടത്, ബഹുഭാര്യത്വമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അവിടെ പെരുമാറേണ്ടത്, ഉമ്മത്തിന് സ്ത്രീകൾക്ക് നൽകേണ്ട ചില അറിവുകളൊക്കെ ഉണ്ട്. പ്രവാചകൻ ഒരു പുരുഷനാണ് എങ്കിലും ചില അറിവുകളൊക്കെ സ്ത്രീകളിലൂടെ തന്നെ കൈമാറേണ്ടതുണ്ട്. അപ്പോൾ പ്രവാചകന്റെ ഭാര്യമാരിലൂടെ നിരവധി ഹദീസുകളും മറ്റൊക്കെ ലോകത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രവാചകന്റെ ബഹുഭാര്യത്വത്തിന് ഒരു കാരണം കൂടിയായിരുന്നു. നമുക്കറിയാം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം പ്രവാചകന്റെ പ്രിയപ്പെട്ട ഒരു ഭാര്യയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ ഏകദേശം 2210 ഹദീസുകളാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഥവാ അവരിലൂടെ ലോകത്തിന് വലിയ അറിവാണ് പിന്നീട് ലഭിച്ചത്. കുടുംബജീവിതത്തെക്കുറിച്ചും സ്ത്രീകൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഇസ്ലാമിലെ നിയമങ്ങളും ജീവിത ശൈലികളെക്കുറിച്ചുമെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ ലോകത്തിന് പിന്നീട് ലഭിക്കുകയുണ്ടായി. സ്ത്രീകളുമായി ബന്ധപ്പെട്ട പല ശരീഅത്ത് നിയമങ്ങളും പിന്നീട് ഇതിലൂടെ അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസുകളിലൂടെയാണ് പിന്നീട് ലോകത്തിന് കൈമാറി ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്റെ ബഹുഭാര്യത്വം കൊണ്ട് ലോകത്തിന് തന്നെ പാഠങ്ങൾ നൽകുകയായിരുന്നു എന്നുകൂടിയാണ്. ഇനി ഒരു പുരുഷന് ഒന്നിൽ കൂടുതൽ വിവാഹം ഒരേ സമയം കഴിക്കാൻ കഴിവുണ്ട്, സാമ്പത്തിക പ്രാപ്തിയുണ്ട്, മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്, വീടെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായും പാലിക്കേണ്ട ചില മര്യാദകൾ കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്കിടയിൽ സമ്പത്ത് മാത്രം കൃത്യമായി നൽകിയാൽ പോരാ, അവർക്കുള്ള സമയം പോലും കൃത്യമായി വിഭജിച്ച് നൽകണം എന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ഒരു രാത്രി ഒരു ഭാര്യയ്ക്ക് നൽകിയാൽ മറ്റൊരു രാത്രി അടുത്ത ഭാര്യയ്ക്ക് നൽകൽ നിർബന്ധമാണ്. അഥവാ ഒരു മാസം ഒരു ഭാര്യയ്ക്ക് നൽകുന്നു, അടുത്ത ഭാര്യയ്ക്ക് ഒരു ആഴ്ച മാത്രം നൽകുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം ഈ ഒരു ഇസ്ലാമിന്റെ ഈ ഒരു കാഴ്ചപ്പാടിൽ പാടില്ല, അനുവദനീയമല്ല. അങ്ങനെയുള്ളവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത്. മാത്രമല്ല നിലവിലൊരു ഭാര്യ ഉണ്ടായിരിക്കെ പുതുതായി ഒരു വിവാഹം കഴിച്ചാൽ ആ വരുന്ന പുതിയ ഭാര്യയ്ക്ക് നിലവിലെ ഭാര്യയേക്കാൾ ചെറിയൊരു പരിഗണന ആ മധുവിധു കാലത്ത് നമ്മൾ നൽകേണ്ടതുണ്ട്. അതിനായി ആദ്യം അവർക്ക് ആ വിവാഹം കഴിച്ച് വരുന്ന സമയത്ത് പ്രത്യേകം ചില ദിവസങ്ങൾ കൂടി അവരോട് കൂടെ താമസിക്കാൻ ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. അത് ഇങ്ങനെയൊക്കെയാണ്. ബിക്കറാണെങ്കിൽ അഥവാ കന്യകയാണെങ്കിൽ അവർക്ക് 7 രാത്രിയും 7 പകലും അവരോട് കൂടെ മധുവിധു കാലത്തിനായി ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ കന്യകയല്ല, മുമ്പ് വിവാഹിതയായിരുന്നു അല്ലെങ്കിൽ വിധവയാണ്, അങ്ങനെയുള്ള കന്യകയല്ലാത്ത ഒരു ഭാര്യയാണ് പുതുതായി വരുന്നതെങ്കിൽ അവർക്ക് 3 രാത്രിയും പകലുമാണ് നൽകേണ്ടത്. എന്നാൽ ഇതിനുശേഷം ഈ ഒരു മധുവിധു ഈ പറയപ്പെട്ട ഒരു 7 അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നീട് ഭാര്യമാർക്കുള്ള സമയം കൃത്യമായി വിഭജിച്ചു നൽകണം. 2 ഭാര്യമാരാണെങ്കിൽ ഒരു ദിവസം ഒരു ഭാര്യയുടെ അടുത്താണെങ്കിൽ മറ്റൊരു ദിവസം മറ്റൊരു ഭാര്യക്കായി നൽകേണ്ടതാണ്. എന്നാൽ 3 ഭാര്യമാർ അല്ലെങ്കിൽ 4 ഭാര്യമാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ തുല്യമായ അളവിൽ ദിവസങ്ങൾ വിഭജിച്ച് കൃത്യമായി അവർക്ക് സമയവും നൽകേണ്ടതാണ്. സമ്പത്ത് മാത്രം നൽകിയാൽ പോരാ, സ്നേഹവും പരിഗണനയും സമയവും എല്ലാം ഒരുപോലെ, ഭക്ഷണവും എല്ലാം ഒരുപോലെ എല്ലാ ഭാര്യമാർക്കും നൽകണമെന്ന് ഇസ്ലാം നീതിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണ്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ഫലാ തമീലു കുല്ലൽ മൈലി ഫതദറൂഹ കൽ മുഅല്ലഖ. ഒരാളെ മുഴുവൻ അവഗണിക്കപ്പെട്ടവളായി വിടരുത്, അഥവാ ഒരാളെ അവഗണിക്കരുത്. ഒരു ഭാര്യയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്നു, മറ്റൊരു ഭാര്യയ്ക്ക് ഒരു പരിഗണനയും ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷനും ഉണ്ടാവരുത്. അങ്ങനെയുള്ളവരും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാൻ നിൽക്കരുത് എന്ന് കൂടിയാണ് ഖുർആനിലൂടെ പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ബഹുഭാര്യത്വം ഒരു നിർബന്ധമുള്ള കാര്യമല്ല, മറിച്ച് അതൊരു നിയന്ത്രിത അനുമതി മാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പഠിക്കുന്നവർക്ക്, പ്രവാചകന്റെ കാലത്തെ ചരിത്രങ്ങൾ പഠിക്കുന്നവർക്ക് കൃത്യമായി അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല നീതി പ്രധാന നിബന്ധനയാണ്. ഒരാൾ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ നീതി എന്നതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുന്നത്. മാത്രമല്ല പ്രവാചകന്റെ വിവാഹങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ വിവാഹങ്ങളെല്ലാം ഒരു ദൗത്യപരമായ വിവാഹങ്ങൾ കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള
വിധവകളെയും എത്തീമുകളെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കാനുള്ള, ഐക്യം നിലനിർത്താനൊക്കെയുള്ള വിവാഹങ്ങളായിരുന്നു. പാഠം നൽകാനുള്ള, ഉമ്മത്തിനുള്ള ശരീഅത്ത് നിയമങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള വിവാഹങ്ങൾ കൂടിയായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ വിവാഹങ്ങൾ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ഒരിക്കലും പരിഗണിക്കേണ്ടതില്ല എന്ന് കൂടി മനസ്സിലാക്കണം. ഇതിന്റെ ആകത്തുക എന്ന് പറയുന്നത് നീതി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഭക്ഷണത്തിലായാലും സമയത്തിലായാലും സമ്പത്തിലായാലും ഒരു ചിരിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ നീതി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിവാഹം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.